പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 30-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ടു നീ അഴിച്ചു എന്നെ സന്തോഷമുടിപ്പിച്ചിരിക്കുന്നു. ദുഃഖം ലോക സഹജമാണ്. അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. തീവ്രമായ ദുഃഖം വരുമ്പോൾ ഓരോരുത്തരും പല നിലകളിലാണ് അതിനോട് പ്രതികരിക്കുന്നത്. ചിലർ പൊട്ടിക്കരഞ്ഞു കണ്ണുനീർ തൂഹിയും കൊണ്ട് നടക്കുമ്പോൾ മറ്റു ചിലർ സങ്കടം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യുന്നു. ഇതുകൊണ്ടൊന്നും ആരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല. കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പറയുന്നു, ഇനി ഞാൻ ആ കോളേജിൽ പോകില്ല, ഇനി എനിക്ക് തുടർന്ന് പഠിക്കുവാൻ കഴിയുകയില്ല, എൻ്റെ പഠനം ഞാനിവിടെ നിർത്തുന്നു. അനേക ജോലി സ്ഥലങ്ങളിൽ മറ്റുള്ളവരുടെ പോരാട്ടവും അസൂയ നിറഞ്ഞ ഇടപെടൽ കാരണവും ഈ സ്ഥാപനത്തെ തുടർന്ന് എനിക്ക് പോകുവാൻ കഴിയുകയില്ല, ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്യുന്നു. കുടുംബജീവിതങ്ങളിൽ പ്രതികൂലങ്ങൾ കാരണം പരസ്പരം മനസ്സിലാക്കുവാൻ കഴിയാതെ എത്രയോ പ്രിയപ്പെട്ടവർ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നു. യഹൂദന്മാർ തീവ്രമായ ദുഃഖത്തിൻ്റെ അടയാളമായി അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം സ്വയം വലിച്ചു കീറി ചാക്ക് ശീല അല്ലെങ്കിൽ രട്ട് ഉടുത്ത് ചാരം വാരി തലയിലിട്ട് ചാരത്തിൽ കിടന്ന് ഉരുളുകയും ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. രാജാക്കന്മാർ മുതൽ സാമാന്യ ജനങ്ങൾ വരെയുള്ളവർ അങ്ങനെ ചെയ്തു വരികയും അവർ ഇങ്ങനെ ഹൃദയപൂർവ്വം ഉപവസിച്ചും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ വിടുവിക്കുകയും തുടർന്ന് അവരുടെ ദുഃഖം നീങ്ങി സന്തോഷിക്കുവാനുള്ള വഹദൈവം നൽകുകയും ചെയ്യുമായിരുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ദുഃഖത്തിനുള്ള വിവിധ കാരണങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരു ദൈവഭക്തൻ നേരിടുന്ന ദുഃഖത്തിൽ ദൈവം മൗനമായിരിക്കുകയില്ല. അവരുടെ നിലവിളി കേട്ട് അവരുടെ രോഗത്തിൽ നിന്നും കടഭാരത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഒരു ഭക്തൻ രട്ട് ഉടുത്തുകൊണ്ടിരിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. അതിനാൽ നമ്മുടെ ദുരിതം പൂർണ്ണമായും മാറി പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ എപ്പോഴും ആനന്ദവും നൃത്തവുമായിരിക്കുമെന്ന് അതിനർത്ഥമില്ല. നാം നമ്മുടെ പ്രത്യാശ നാട്ടിലെത്തുമ്പോഴാണ് നമ്മുടെ ദുഃഖം പൂർണ്ണമായി മാറുന്നത്. തനിക്ക് മക്കൾ ജനിക്കാത്തത് നിമിത്തം ഹന്നയുടെ പ്രതിയോഗിയായ പെനീന അവളെ നിരന്തരം നിന്ദിച്ചു കൊണ്ടിരുന്നു. മറ്റു പലരും ചെയ്യുന്നത് പോലെ അവൾ ദൈവത്തെ കുറ്റം പറയുകയോ നിരാശയുടെ ജീവിതം അവസാനിപ്പിക്കുകയോ ചെയ്യാതെ യഹോവയുടെ ആലയത്തിൽ പോയി കരഞ്ഞപേക്ഷിച്ചു. അനേക പ്രിയപ്പെട്ടവർ നിരാശ വരുമ്പോൾ, നിന്ദകളും പരിഹാസങ്ങളും ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഇനി പള്ളി വേണ്ട, പ്രാർത്ഥന വേണ്ട, ദൈവം വേണ്ട, ഇത്തരത്തിൽ പ്രതികരിച്ചുകൊണ്ട് അനേകർ ദൈവസന്നിധി വിട്ട് പിന്മാറുന്നവരുണ്ട്. കടഭാരം നിമിത്തം വളരെ മനോദുഃഖം അനുഭവിച്ചവളാണ് എലീശാ പ്രവാചകന്റെ ശിഷ്യന്റെ വിധവയായ ഭാര്യ. കടക്കാർ വന്ന് തൻ്റെ മക്കളെ അടിമയാക്കുന്നതിൽ നിന്നും തന്നെ രക്ഷിക്കേണ്ടതിന് ഈ വിധവ പ്രവാചകന്റെ അടുക്കൽ അഭയം പ്രാപിച്ചു. എന്നാൽ ദൈവം അവളുടെ ദുഃഖം മാറ്റുക മാത്രമായിരുന്നില്ല ചെയ്തത്. വരും കാലം സ്തോത്രം അവർക്ക് ജീവിക്കുവാനുള്ള വകയും കൂടെ കൊടുത്തുകൊണ്ട് അവരുടെ ദുഃഖത്തിൻ്റെ കണ്ണുനീർ ആനന്ദമാക്കി മാറ്റി. ഇന്ന് നാം കണ്ടുവരുന്ന ഒരു പ്രവണത സ്തോത്രം, ദുഃഖമുണ്ടെന്ന് അഭിനയിച്ചു മറ്റുള്ളവരുടെ മുമ്പിൽ ഭക്തി നടിക്കുന്നവരെ അനേകരെ നമുക്ക് കാണുവാനിടയാകും. എന്നാൽ ദൈവം കഠിനമായി ശാസിക്കുന്നത് മാത്രമല്ല ശിക്ഷിക്കുകയും ചെയ്യും. ഈ കൂട്ടർ അത് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നാം ഒന്ന് തിരിച്ചറിയുക, ദൈവം ദൈവം രട്ടും വെണ്ണീറും മാറ്റി സന്തോഷം മുടിപ്പിച്ചു കൊള്ളും എന്ന് പറഞ്ഞ് ജീവിതത്തിൽ ക്രമീകരണമില്ലാതെ ജീവിച്ചാൽ കരച്ചിൽ ദുഃഖത്തിലേക്ക് അവസാനിക്കും. ആകയാൽ പ്രിയ ദൈവവേദനെ, നമ്മുടെ വിലാപത്തെയും ദുഃഖത്തെയും മാറ്റി സന്തോഷം നൽകുന്ന ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വസ്തയോടുകൂടെ അടുത്തു ചെല്ലാം. ഈ പ്രഭാതം ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. വരുന്ന നാളുകളിൽ
ദൈവസന്നിധിയിൽ നമ്മുടെ ദുഃഖങ്ങളും കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ വിലാപങ്ങളെയും നൃത്തമാക്കി തീർത്ത ദൈവം, നമ്മുടെ കഷ്ടതകളെ പൂർണ്ണമാക്കി സ്തോത്രം മാറ്റിയ ദൈവം, നല്ല ഭവനമില്ലാതിരുന്ന സ്ഥാനത്ത്, വാഹനമില്ലാതിരുന്ന സ്ഥാനത്ത്, നല്ല വസ്ത്രമില്ലാതിരുന്ന സ്ഥാനത്ത്, ആഹാരമില്ലാതിരുന്ന സ്ഥാനത്തൊക്കെയും ദൈവം അത്ഭുതകരമായി വിടുവിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ, വിശുദ്ധിയോടുകൂടെ, വേർപാടോടുകൂടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നിശ്ചയമായും പിന്നെയും ആനന്ദത്തിനും വക നൽകുവാനിടയാകും. വിലാപത്തെ മാറ്റി നൃത്തമാക്കി തീർക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതേ രട്ടഴിച്ച് സന്തോഷമുടിപ്പിക്കുന്ന ദൈവം നമുക്കുണ്ട്. ആ ദൈവകരങ്ങളിൽ ഇന്ന് പ്രഭാതം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനേക പ്രിയപ്പെട്ടവർ കർത്താവേ ഉപജീവന മാർഗത്തിൽ, കർത്താവ് വിദ്യാഭ്യാസ മേഖലകളിൽ, കുടുംബ ജീവിതങ്ങളിൽ, കർത്താവ് സ്നേഹബന്ധങ്ങളിൽ ഒത്തിരി നിരാശയുടെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലം സ്വർഗം ആശ്വസിപ്പിക്കണം. ഇവിടെ ദുഃഖങ്ങളെ മാറ്റി, ഇവിടെ വിലാപങ്ങളെ മാറ്റി കർത്താവെ സന്തോഷിപ്പാൻ സ്വർഗം ഇന്ന് പ്രഭാതം നൽകുന്ന എല്ലാ ഭാഗ്യങ്ങൾക്കായി നന്ദി പറയുന്നു. തന്നെ ദാസിദാസന്മാരെ ഈ പ്രഭാതം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവെ വിവിധ രാജ്യങ്ങളിലായിരുന്നു കൊണ്ട് ഇന്ന് പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. കൃപയിൽ മറയ്ക്കണം, മഹത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗാഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.